ഇന്ത്യക്ക് ഉള്ള ഇന്ത്യയുടെ വളർച്ചയും നമ്മുടെ പുരോഗതിയും തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തിന് ചുറ്റുമുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെ പ്രവർത്തികളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഈ സുഹൃത്ത് രാജ്യങ്ങളെന്ന് പറയത്തക്ക ഒരു രാജ്യവും നമ്മുടെ ഭൂഖണ്ഡത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. മാത്രമല്ല, ഈ രാജ്യങ്ങളെല്ലാം ചൈന എന്ന് പറയുന്ന വ്യാളിയുടെ കയ്യിൽ അവരുടെ പിടുത്തത്തിലുമാണ്. അത് മാലദ്വീപ്സ് ആയാലും, നേപ്പാൾ ആയാലും, ബംഗ്ലാദേശ് ആയാലും, പാകിസ്ഥാൻ ആയാലും, മ്യാൻമർ ആയാലും എല്ലാം ചൈന ഇവിടെ എല്ലാം വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇന്ത്യയെ പല ഭാഗത്തു നിന്നും. സൗഹൃദത്തോടെയും അവർ നക്കിയും കൊല്ലും കടിച്ചും കൊല്ലും എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. കാര്യം ഈ ചെറിയ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരായിട്ട് തിരിച്ചു വിടുന്നതിനകത്ത് ചൈനയുടെ പങ്ക് വളരെ വലുതാണ്. മ്യാൻമാറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാര്യം നമ്മുടെ നോർത്ത് ഈസ്റ്റിന്റെ കംപ്ലീറ്റ് ഇൻസർജൻസിക്ക് കാരണം മ്യാൻമാറാണ്. മ്യാൻമാറിനെ ഒരു ഏകാധിപത്യ രാജ്യമായിട്ട് ഒരു മിലിഷ്യയാക്കി നിർത്തിയിരിക്കുന്നത് ചൈനയുടെ സ്വാധീനമാണ്. ഇതേ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേപ്പാൾ പുതുതായിട്ട് അവരുടെ കറൻസി അടിക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് ഗവൺമെന്റിനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ആൾറെഡി അവിടെ ഒരു ജൻസി കലാപം ഉണ്ടായി. നമ്മുടെ ഏറ്റവും കൂടുതൽ തുളകളുള്ള ഒരു അതിർത്തിയാണ് നേപ്പാൾ. കാര്യം നേപ്പാളികൾക്ക് ഇപ്പോഴും ഇന്ത്യയിലേക്ക് വിസ ഇല്ലാതെ വരാമെന്നുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഇതിനെ പാകിസ്ഥാനും ചൈനയും ഈ നേപ്പാളിനെ അവരുടെ പല കുതന്ത്രങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വിമാനങ്ങൾ തട്ടിക്കൊണ്ടു പോകാനായാലും, മയക്കുമരുന്നുകൾ എത്തിക്കാനായാലും ഒക്കെ, തീവ്രവാദികൾ എത്തിക്കാനും, ആയുധം എത്തിക്കാനും നേപ്പാളിന്റെ ബീഹാർ ബോർഡർ അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു.